ഹലോ, നമ്മുടെ ഓണം വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തേക്ക് വരാൻ ഞങ്ങളിങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് ഇതെല്ലാം. രാവിലെ 8 മണിക്ക് വീടിൻ്റെ വാതിൽക്കൽ നിന്ന് അച്ചുമോൻ എന്ന് പറയുന്നൊരു ബസ്സുണ്ട് കേട്ടോ. അതിൽ കയറിയാൽ നമുക്ക് 8:30 ഹരിപ്പാടെത്താം. ഹരിപ്പാടിൽ നിന്ന് 9:10 ഒരു ട്രെയിനുണ്ട്, പാസഞ്ചറാണ്. വലിയ തിരക്കൊന്നുമില്ല. നമുക്കതിലൊരു 11:30 എറണാകുളത്തെത്താം. വീട്ടിൽ നിന്ന് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടോയിൽ പോയാണെങ്കിൽ 250, 200, 300 ഇങ്ങനെ പല റേറ്റിൽ വരും. ഓരോ ഓട്ടോക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ബസ്സിനാകുമ്പോൾ ഒരു 15 രൂപയ്ക്കകത്ത് കാര്യം നടക്കും. ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളിലേക്ക് നടക്കാനുള്ള ദൂരത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്കൊരു ഓട്ടോ വിളിച്ചാൽ 40 രൂപയ്ക്ക് സുഖമായിട്ട് അവിടെ എത്താൻ. ഞാനും കുട്ടികളും ഓട്ടോയിലാണ് അവിടെ വന്നത്. 9:10 പാസഞ്ചർ ട്രെയിന് എറണാകുളത്ത് എത്താൻ ഹരിപ്പാട് എന്നുള്ള ചാർജ് വരുന്നത് 25 രൂപയാണ് ഒരാൾക്ക്. ബസ് ഫെയർ, ഓട്ടോ ചാർജ്, ട്രെയിൻ ടിക്കറ്റ് ചാർജൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാലോ. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ എറണാകുളത്തുനിന്ന് ഹരിപ്പാട് വരാനും തിരികെ പോകാനും ഒക്കെ കാറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഹൈവേയുടെ വർക്ക് വന്ന കാരണം ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് നമ്മുടെ റോഡിൽ കൂടെ ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷന്. അതുപോലെ എനിക്ക് ഒത്തിരി പ്രാവശ്യം വീട്ടിൽ പോകേണ്ടി വരുന്നുണ്ട് ഈ അടുത്തായിട്ട്. അന്നേരം ഞാൻ വിചാരിച്ചു എങ്കിൽ ഇവരെ കൂടെ ഒരു ബസ് ട്രെയിനൊക്കെ ഒന്ന് ശീലിപ്പിക്കാമെങ്കിൽ നമുക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിയാക്കും, പൈസയും സേവ് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് അവർ ഹാപ്പിയാണ്. പിന്നെ ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി, അവർ ഹാപ്പിയാകും. ബസ്സിലാണെങ്കിലും വെള്ളം, അതുപോലെ അവർക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളോ ഒക്കെ ഞാനൊന്ന് സൂക്ഷിച്ച് വെക്കാറുണ്ട്. നമുക്കിങ്ങനെ കാറിൽ പോകുമ്പോഴത്തെ കൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാനോ എന്തെങ്കിലും വാങ്ങാനോ ഒന്നും പറ്റില്ലല്ലോ. നാട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ പോയതുകൊണ്ട് ഇവിടെ തീരാറായ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ വെജിറ്റബിൾസും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇന്ന് പോയി ഇതെല്ലാം വാങ്ങിയിട്ട് വന്നു, ഞാൻ ലിസ്റ്റ് കൊടുത്തതനുസരിച്ച്. അപ്പം വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇത്രയും യാത്ര ചെയ്ത് പിന്നെ പിള്ളേരുമൊക്കെ ആയിട്ട് എന്തോ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷമമാണ് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതുവരെ ഇല്ലാത്തൊരു കാര്യം, 7 മണിയായപ്പോൾ മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരിക. അങ്ങനെ എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ല. എന്നാൽ സ്ഥിരം നമ്മൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെയും ഒന്ന് കഴിച്ച് കിടന്നാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കഞ്ഞി ഉണ്ടാക്കി. ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന സാധനമാണ് കഞ്ഞി, ചമ്മന്തി, പിന്നെ കടുമാങ്ങ അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കുട്ടികൾക്കും ഭക്ഷണം കൊടുത്തിട്ട് വേഗം തന്നെ ഉറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും കൂടെ. അപ്പോൾ ബൈ.